നമസ്കാരം. ജ്യോതിഷലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പ്രിയപ്പെട്ട ആയില്യം നക്ഷത്രക്കാരെ, 2026 എന്ന ഈ പുതുവർഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ വലിയൊരു സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾക്കും വിഷമങ്ങൾക്കും ഒരു അറുതി വരാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ആശ്വാസത്തിന്റെ നെടുവീർപ്പ് നിങ്ങൾക്ക് ഈ വർഷം സമ്മാനിക്കും. എന്താണ് 2026ന്റെ പ്രത്യേകതയെന്നും എന്തിനാണ് ആയില്യം നക്ഷത്രക്കാർ ഈ വർഷത്തെ ഇത്രയധികം പ്രതീക്ഷയോടെ കാണേണ്ടത് എന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആയില്യം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമായിരുന്നില്ല. തൊഴിലിലാണെങ്കിലും പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്തിന് സ്വന്തം വീട്ടിലെ സമാധാനത്തിന്റെ കാര്യത്തിൽ പോലും ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. എന്നാൽ ഇതാ ആ കാലഘട്ടം മാറാൻ പോവുകയാണ്. 2026 എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവാണ്. നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയുന്ന, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു അത്ഭുത വർഷമാണ് 2026. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ നടക്കുമോ എന്ന്. പക്ഷെ വിശ്വസിക്കുക, ഗ്രഹനിലകൾ അത്രത്തോളം ശക്തമായി നിങ്ങൾക്ക് അനുകൂലമായി വരാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഗ്രഹനിലയിലെ വലിയ മാറ്റങ്ങളെക്കുറിച്ച് ലളിതമായി ഒന്ന് സംസാരിക്കാം. എന്തുകൊണ്ടാണ് 2026 ആയില്യത്തിന് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ പ്രധാന കാരണം വ്യാഴം അഥവാ ഗുരുഗ്രഹം തന്നെയാണ്. 2026ന്റെ പകുതിയോടെ, കൃത്യമായി പറഞ്ഞാൽ ജൂൺ മാസത്തോടുകൂടി വ്യാഴം നിങ്ങളുടെ ജന്മരാശിയായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കടകം രാശിയിൽ വ്യാഴം ഉച്ചത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ ഉച്ചമെന്ന് പറഞ്ഞാൽ ആ ഗ്രഹം അതിന്റെ ഏറ്റവും പരമാവധി ശക്തിയിൽ ഏറ്റവും ശുഭകരമായ അവസ്ഥയിൽ നിൽക്കുന്നു എന്നാണർത്ഥം. അതും നിങ്ങളുടെ സ്വന്തം രാശിയിൽ വരുന്നു എന്നത് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു മഹാഭാഗ്യമാണ്. അപ്പോൾ ആലോചിച്ചു നോക്കൂ, 2026ന്റെ രണ്ടാം പകുതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ സാധാരണമായിരിക്കില്ല. അതുവരെ, അതായത് 2026ന്റെ ആദ്യ പകുതിയിൽ വ്യാഴം നിങ്ങളുടെ 12ാം ഭാവമായ മിഥുനത്തിലായിരിക്കും നിൽക്കുക. ഇതിനൊരു ഗുണവും ദോഷവുമുണ്ട്. കൂടെ ശനിയുടെ സ്ഥാനവും രാഹുവിന്റെയും കേതുവിന്റെയും സ്ഥാനമാറ്റങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ 2026 ഒരു വലിയ അത്ഭുതയാത്ര പോലെയായിരിക്കും. പക്ഷേ അവസാനം വിജയം ആയില്യത്തിന് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായി എടുത്ത് പരിശോധിക്കാം. ആദ്യം തന്നെ എല്ലാവർക്കും ഏറ്റവും ആകാംക്ഷയുള്ള വിഷയമായ തൊഴിൽ അല്ലെങ്കിൽ ജോലിയുടെ കാര്യം തന്നെ പറയാം. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026ന്റെ ആദ്യത്തെ 5 മാസം, അതായത് ജനുവരി മുതൽ മെയ് വരെ തൊഴിൽ സ്ഥലത്ത് ചെറിയൊരു ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. കാരണം ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 12ാം ഭാവം എന്നത് വ്യയത്തിന്റെയും നഷ്ടത്തിന്റെയും ഭാവമാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും തൊഴിലിന്റെ കാര്യത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് അനാവശ്യമായ ജോലിഭാരം അല്ലെങ്കിൽ അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്ത അവസ്ഥ എന്നാണ്. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും അതിന്റെ ഗുണം വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വർഷത്തിന്റെ തുടക്കത്തിലുണ്ടായേക്കാം. ഓഫീസ് രാഷ്ട്രീയത്തിൽ പെട്ടുപോകാതെ നോക്കണം. സഹപ്രവർത്തകരോട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. നിങ്ങളുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനെ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ജൂൺ മാസം കഴിയുന്നതോടുകൂടി കഥ മാറും. വ്യാഴം നിങ്ങളുടെ ലഗ്നത്തിലേക്ക്, അതായത് ജന്മരാശിയിലേക്ക് വരുന്നതോടെ തൊഴിൽ രംഗത്ത് നിങ്ങൾ രാജാവിനെ പോലെ വാഴാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങളെ തഴഞ്ഞവർ തന്നെ നിങ്ങളെ തേടിവരും. സ്ഥാനക്കയറ്റം കാത്തിരിക്കുന്നവർക്ക് അത് തീർച്ചയായും ലഭിക്കും. ശമ്പള വർധനവ് ആഗ്രഹിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ ധനലാഭമുണ്ടാകും. പ്രത്യേകിച്ച് സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് 2026ന്റെ രണ്ടാം പകുതി സുവർണ കാലഘട്ടമാണ്. പുതിയ കൂട്ടുകെട്ടുകൾ വരാം, ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് 2026ന്റെ ആദ്യ പകുതിയിൽ തന്നെ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങാം. 12ാം ഭാവത്തിലെ വ്യാഴം വിദേശയാത്രയെ അനുകൂലിക്കുന്നതാണ്. അതിനാൽ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന നഴ്സുമാർക്കും IT ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും 2026 വലിയ ഭാഗ്യം കൊണ്ടുവരും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിക്കും. അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ മാറ്റം കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, എഴുത്തുകാർക്ക്, സിനിമാ സീരിയൽ രംഗത്തുള്ളവർക്ക് ഒക്കെ 2026 വലിയൊരു തിരിച്ചുവരവിന്റെ വർഷമായിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ സർഗാത്മകത പുറത്തു കൊണ്ടുവരാൻ പറ്റിയ സമയമാണിത്. ഇനി പണത്തിന്റെ കാര്യം നോക്കാം. കാശില്ലാതെ എന്ത് കാര്യമല്ലേ? 2026 ആയില്യം നക്ഷത്രക്കാരുടെ കീശ നിറയുമോ അതോ കാലിയാകുമോ എന്ന് നോക്കിയാൽ ഇവിടെയും വർഷത്തിന്റെ 2 പകുതികൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വർഷത്തിന്റെ തുടക്കത്തിൽ ചിലവുകൾ അല്പം കൂടി നിൽക്കും. 12ാം ഭാവത്തിലെ വ്യാഴം പലപ്പോഴും കൈവിട്ട ചിലവുകളെയാണ് സൂചിപ്പിക്കുന്നത്. അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചിലവാക്കുന്നത് നിയന്ത്രിക്കണം. വീട് പണി, വാഹനം വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്കായി വലിയ വായ്പകൾ എടുക്കുമ്പോൾ വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ 2 തവണ ആലോചിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് പണമുണ്ടാക്കാമെന്ന് കരുതി ആരും പറയുന്ന ചിട്ടികളിലോ ഓഹരി വിപണിയിലോ വലിയ നിക്ഷേപം നടത്താൻ നിൽക്കരുത്. ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ജൂൺ മാസത്തിനു ശേഷം വ്യാഴം നിങ്ങളുടെ രാശിയിലെത്തുന്നതോടെ ധനസ്ഥിതി അത്ഭുതകരമായി മെച്ചപ്പെടും. കയ്യിൽ പണം വന്നു ചേരാൻ തുടങ്ങും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പണം കിട്ടാനുള്ള കുടിശ്ശികകൾ എന്നിവ തിരികെ ലഭിക്കും. ലോട്ടറി ഭാഗ്യം പോലും ചില ആയില്യം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് കാണുന്നുണ്ട്.
പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീർപ്പാകും. സ്വർണം വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പ് ഉയരുന്നത് കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. എന്നാലും ഒരു കാര്യം ഓർക്കണം, പണം വരുമ്പോൾ അത് ധൂർത്തടിക്കാതെ ഭാവിയിലേക്ക് കരുതി വെക്കാൻ കൂടി ശീലിക്കണം. ശനി 9ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുടുംബമാണ്. വീടിനുള്ളിൽ സമാധാനമില്ലെങ്കിൽ പിന്നെ എന്ത് നേടിയിട്ടും കാര്യമില്ലല്ലോ. 2026 ആയില്യം നക്ഷത്രക്കാരുടെ കുടുംബജീവിതം വളരെ ഊഷ്മളമായിരിക്കും. പ്രത്യേകിച്ച് വർഷത്തിന്റെ 2ാം പകുതിയിൽ. രാഹുവും കേതുവും നിൽക്കുന്ന സ്ഥാനങ്ങൾ കാരണം വർഷത്തിന്റെ തുടക്കത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ ദമ്പതികൾക്കിടയിൽ ഉണ്ടായേക്കാം. കേതു 2ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റുള്ളവർ നമ്മുടെ വാക്കുകളെ എടുക്കുന്നത്. അത് ചെറിയ പിണക്കങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ വ്യാഴം ജന്മരാശിയിൽ വരുന്നതോടെ കാര്യങ്ങളെല്ലാം ശുഭകരമാകും. അവിവാഹിതരായ ആയില്യം നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കാൻ ഏറ്റവും ഉത്തമമായ വർഷമാണ് 2026. മനസ്സിൽ ആഗ്രഹിച്ച പങ്കാളിയെ തന്നെ ലഭിക്കാൻ യോഗമുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഉള്ളവർക്ക് വീട്ടുകാരുടെ സമ്മതം കിട്ടും. ഇനി വിവാഹം കഴിഞ്ഞ് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് 2026 ഒരു അനുഗ്രഹവർഷമാണ്. സന്താനഭാഗ്യം ശക്തമായി കാണുന്നു. വീട്ടിൽ ഒരു കുഞ്ഞു തട്ടാറിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യം, പ്രത്യേകിച്ച് അച്ഛന്റെ ആരോഗ്യം മെച്ചപ്പെടും. ശനി 9ാം ഭാവത്തിൽ നിൽക്കുന്നത് പിതൃസ്ഥാനത്തിന് ബലം നൽകുന്നതാണ്. കുടുംബാംഗങ്ങളുമായി ചേർന്ന് തീർത്ഥാടന യാത്രകൾ പോകാൻ അവസരം ലഭിക്കും. പഴയ തറവാട് പുതുക്കി പണിയാനോ പുതിയ വീട് വയ്ക്കാനോ ഉള്ള ആലോചനകൾ സജീവമാകും. സഹോദരങ്ങളുമായുള്ള പിണക്കങ്ങൾ മാറി സ്നേഹം വർദ്ധിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആയില്യം നക്ഷത്രക്കാർ 2026 അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ, ദഹനക്കുറവ്, ഗ്യാസ് തുടങ്ങിയവ ബുദ്ധിമുട്ടിച്ചേക്കാം. പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. വ്യാഴം ലഗ്നത്തിൽ വരുമ്പോൾ ജൂൺ മുതൽ ശരീരഭാരം കൂടാനുള്ള സാധ്യതയുണ്ട്. തടി കൂടിയാൽ അത് മറ്റ് രോഗങ്ങൾക്ക് കാരണമാകുമല്ലോ. അതുകൊണ്ട് ഭക്ഷണക്രമത്തിൽ നല്ല നിയന്ത്രണം വേണം. മധുരപലഹാരങ്ങൾ കുറയ്ക്കുക. ദിവസവും കുറച്ചുനേരം നടക്കാനോ യോഗ ചെയ്യാനോ സമയം കണ്ടെത്തണം. മാനസികമായി നോക്കിയാൽ ആദ്യ പകുതിയിൽ ചെറിയ ടെൻഷനും ഉറക്കക്കുറവും അനുഭവപ്പെടാം. അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടും. എന്നാൽ 2ാം പകുതിയിൽ മനസ്സ് ശാന്തമാകും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും. ധ്യാനവും പ്രാർത്ഥനയും നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ശനി 9ൽ നിൽക്കുന്നതുകൊണ്ട് നടുവേദന, കാൽമുട്ടുവേദന തുടങ്ങിയ വാതരോഗങ്ങൾ ഉള്ളവർ കൃത്യമായ ചികിത്സ എടുക്കണം. എല്ലാം നല്ലത് എന്ന് പറഞ്ഞ് നിങ്ങളെ മയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജ്യോതിഷം എന്ന് പറയുന്നത് വഴികാട്ടിയാണ്, കുഴികൾ എവിടെയാണെന്ന് മുൻകൂട്ടി കാണിച്ചു തരുന്ന വിദ്യ. 2026 ആയില്യം നക്ഷത്രക്കാർ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി വാക്കുകൾ സൂക്ഷിക്കുക എന്നതാണ് പ്രധാനം. കേതുവിന്റെ സ്വാധീനം കാരണം ചിലപ്പോൾ നാവിൻ തുമ്പിൽ നിന്ന് വീഴുന്ന വാക്കുകൾ വലിയ പൊല്ലാപ്പുകൾ ഉണ്ടാക്കാം. ദേഷ്യം വരുമ്പോൾ എടുത്തുചാടിയൊന്നും പറയരുത്. രണ്ടാമതായി ആർക്കുവേണ്ടിയും എത്ര അടുത്ത സുഹൃത്തായാലും പണമിടപാടുകളിൽ ജാമ്യം നിൽക്കാൻ പോകരുത്. അത് പിന്നീട് വലിയ ബാധ്യതയായി മാറും. മൂന്നാമതായി ജൂൺ മാസത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അഹങ്കാരം വരാതെ നോക്കണം. എല്ലാം എനിക്കറിയാം എന്ന ഭാവം വലിയ വീഴ്ചകൾക്ക് കാരണമാകും. നാലാമതായി ദൂരയാത്രകൾ പോകുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ വാഹനമോടിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം. ഈ വർഷത്തെ ദോഷങ്ങളെല്ലാം മാറി ഗുണങ്ങൾ മാത്രം ലഭിക്കാൻ ആയില്യം നക്ഷത്രക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, വളരെ ലളിതമായ എന്നാൽ ശക്തമായ ചില പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആയില്യം നക്ഷത്രത്തിന്റെ ദേവത നാഗങ്ങളാണ്. അതുകൊണ്ട് നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. 2026 എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ മണ്ണാറശാലയിലോ വെട്ടിക്കോട് ക്ഷേത്രത്തിലോ ആമയുടെ ക്ഷേത്രത്തിലോ പോയി തൊഴുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ വീടിനടുത്തുള്ള സർപ്പക്കാവിൽ മാസത്തിലൊരിക്കൽ വിളക്ക് വയ്ക്കുന്നതും വർഷത്തിലൊരിക്കൽ 100 പാലും നടത്തുന്നതും സർപ്പദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. വ്യാഴം അനുകൂലമാകാൻ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ഉത്തമമാണ്. എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയോ വീട്ടിലിരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ചെയ്യുക. ഇത് തൊഴിൽ തടസ്സങ്ങൾ മാറാനും സാമ്പത്തിക അഭിവൃദ്ധിക്കും സഹായിക്കും. കേതുവിന്റെ ദോഷങ്ങൾ മാറാൻ ഗണപതിയെ നിത്യവും പ്രാർത്ഥിക്കുക. ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നത് വിഘ്നങ്ങളെല്ലാം മാറ്റിത്തരും. ശനിയെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. അത് വലിയൊരു പുണ്യമാണ്. അല്ലെങ്കിൽ എള്ളെണ്ണ ദാനം ചെയ്യുകയോ അയ്യപ്പസ്വാമിക്ക് നീരാജനം കത്തിക്കുകയോ ചെയ്യാം. നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള പക്ഷികൾക്കും അണ്ണാറക്കണ്ണന്മാർക്കും കുറച്ച് വെള്ളവും ഭക്ഷണവും വെച്ചു കൊടുക്കുന്നത് രാഹുദോഷം കുറയ്ക്കാൻ സഹായിക്കും. എന്റെ പ്രിയപ്പെട്ട ആയില്യം നക്ഷത്രക്കാരെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 നിങ്ങൾക്കൊരു വെറും വർഷമല്ല, അതൊരു പുതുജന്മമാണ്. കഷ്ടപ്പാടുകളുടെയും കണ്ണീരിന്റെയും കാലം കഴിയുകയാണ്. ഇനി വരുന്നത് ഉയർച്ചയുടെ നാളുകളാണ്. തുടക്കത്തിൽ ചെറിയ പ്രതിസന്ധികൾ കണ്ടാൽ തളരരുത്. കാരണം വലിയ വിജയത്തിന് മുൻപ് ചെറിയ പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്. ഈശ്വരവിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. നിങ്ങളുടെ ജന്മനക്ഷത്രം നാഗരാജാവിന്റെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ്. ആ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്.
ഈ അറിവുകൾ നിങ്ങൾക്ക് മാത്രമായി വെക്കരുത്. നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ ആയില്യം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം നല്ലൊരു വാക്ക് കേൾക്കുന്നത് തന്നെ ചിലപ്പോൾ ഒരാൾക്ക് വലിയ ആശ്വാസമായിരിക്കും. ജ്യോതിഷ ലോകത്തിന്റെ ഈ എളിയ പരിശ്രമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. 2026 നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.